പക്ഷെ നമ്മൾ ഇന്നലെ കണ്ടത് എന്താണ്? കേരളത്തിൽ മാത്രം ഈ ദേശീയ ഗീതം പാടാൻ ഇവിടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചു. അവര് ഒരു റിട്ടേൺ സർക്കുലർ പ്രകാരം അവരുടെ റിട്ടേൺ സർക്കുലറിൽ എഴുതിയിരിക്കുന്നത് ദേശീയ ഗാനം മാത്രമാണ് പാടുന്നത്. ഇത് ചെയ്യുന്ന മുഖ്യമന്ത്രി ഭരണഘടനയുടെ ഭരണഘടനയിൽ വെച്ച് പ്രതിജ്ഞ എടുത്തതാണ്. റൂൾ ഓഫ് ലോ പാലിക്കും, ഭരണഘടനയെ ലംഘിക്കില്ല, പാലിക്കും എന്ന് പ്രതിജ്ഞ എടുത്ത വ്യക്തിയാണ് ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. അപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾ കൃത്യമായി BJP പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നിലപാട് ഇതിനെക്കുറിച്ച് എന്താണെന്ന് ജനങ്ങൾ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലൊരു സംശയമില്ല, ഈ സർക്കാർ, VD സതീശൻ നയിക്കുന്ന ഈ സർക്കാർ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ല, നിയമങ്ങളെ ലംഘിച്ചു. ഇത് ഈ നാട്ടിൽ, ഈ രാജ്യത്തിൽ ഏത് നിയമങ്ങൾ പാലിക്കാൻ താല്പര്യമില്ല, അത് തീരുമാനിക്കാൻ ആർക്കും അനുവാദമില്ല. നിയമങ്ങൾ പാലിക്കണം, നിയമങ്ങൾ ലംഘിച്ചാൽ അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്ന് ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കും. അതിൽ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. എന്തായിരിക്കും കോൺസിക്വൻസസ്? അത് ലീഗൽ ആയിരിക്കോ, പൊളിറ്റിക്കൽ ആയിരിക്കോ, ലീഗലും പൊളിറ്റിക്കൽ ആയിരിക്കോ? ഇതെല്ലാം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മുന്നോട്ട് അവതരിപ്പിക്കും. പക്ഷെ ചെയ്തത് ഇതിലാർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. റൂൾ ഓഫ് ലോയിൽ വിശ്വസിക്കുന്ന ആരാണെങ്കിലും, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആരാണെങ്കിലും, എല്ലാവർക്കും ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല. ഇന്നലെ ഭരണഘടനയെയും ലംഘിച്ചു, നിയമ സംവിധാനത്തിനെയും ഈ സർക്കാർ മനഃപൂർവ്വം ലംഘിച്ചു. രണ്ടാമത്തെ കാര്യം, ഇത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ദേശീയ ഗീതം പാടുമ്പോൾ, തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ ദേശീയ ഗീതം പാടുമ്പോൾ, ഹിമാചൽ പ്രദേശിൽ BJP അല്ലാത്ത കോൺഗ്രസ് സർക്കാർ ദേശീയ ഗീതം പാടുമ്പോൾ, ജമ്മു ആൻഡ് കശ്മീർ ഒരു മുസ്ലിം മെജോറിറ്റി സ്റ്റേറ്റിൽ ദേശീയ ഗീതം പാടുമ്പോൾ, എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം, എന്ത് കാരണവശാലാണ് ഈ കേരളത്തിൽ മാത്രം ഇത് നടക്കുന്നത്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതിന്റെ മറുപടി ഞങ്ങൾ നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, പാർട്ടി മുമ്പോട്ട് വെച്ചൊരു കാര്യം ഞാൻ ഇന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിനെയും കേരള രാഷ്ട്രീയത്തിൽ മെയിൻ സ്ട്രീം ചെയ്ത് അവര് ഭരണത്തിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയ അപകടം ഇവിടെ ഉണ്ടാവും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. 80 കൊല്ലം മുമ്പേ ഈ ഇന്ത്യനെ പാർട്ടിഷൻ ചെയ്തത് ഇന്ത്യൻ മുസ്ലിം ലീഗും അത് നയിക്കുന്ന ജിന്നയായിരുന്നു. ഇന്നും മറ്റൊരു സംസ്ഥാനത്തിൽ ഒരു വിഷയമില്ല, പ്രശ്നമില്ല. പക്ഷെ ഇവിടെ മാത്രം ഈ പ്രശ്നമുണ്ട്. എന്താണ് അതിന്റെ കാരണം? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൺട്രോൾ ചെയ്യുന്ന VD സതീശന്റെ സർക്കാർ. ഞാനിത് ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടോ ഒരു വിവാദം സൃഷ്ടിക്കാനല്ല പറഞ്ഞത്. ഏറെ ഉത്തരവാദിത്വം കൊണ്ടും റെസ്പോൺസിബിലിറ്റി പറയുന്നതാണ്. എന്താണ് വ്യത്യാസം കർണാടകയും കേരളത്തിലും? എന്താണ് വ്യത്യാസം തെലങ്കാനയും കേരളത്തിന്റെ കോൺഗ്രസ് ഭരണത്തിൽ? ഇതൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിന്റെ ഈ സർക്കാരിന്റെ മേൽ ഒരു ഇൻഫ്ലുവൻസ് അല്ല, കൺട്രോൾ. മുസ്ലിംസിന് ഇതൊരു ഇഷ്യൂ അല്ല, ക്രിസ്ത്യാനികൾക്കൊരു ഇഷ്യൂ അല്ല, ഹിന്ദുക്കൾക്കൊരു ഇഷ്യൂ അല്ല. ദേശീയ ഗീതം, ദേശീയ ഗാനം
അവരാരെയും ബാധിക്കുന്നില്ല. ഒന്ന് ആലോചിക്കൂ. ദേശീയ ഗാനം ജനഗണമന ഇന്നിപ്പോ ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് പാടണ്ട, കാരണം അതില് എന്റെ സംസ്ഥാനത്തിന്റെ പേരില്ല, ദ്രവിഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് പറയുന്നത് വന്ദേ മാതരം ഞങ്ങൾക്ക് പാടാൻ കഴിയില്ലെന്ന്? ഇത് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇവിടെ വിഭജിക്കാനും ആ രാഷ്ട്രീയം, മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഞാൻ ഇപ്പോ ഏറെ റെസ്പോൺസിബിലിറ്റി പറയണം. തകരാറുണ്ടാവും, അപകടം ഉണ്ടാവും. നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഇത് നിയമങ്ങൾ പാലിക്കണം. നിങ്ങൾക്ക് ഒരു അനുവാദമില്ല. നിങ്ങൾ ഈ ദേശീയ ഗാനം പാടില്ല, ദേശീയ ഗീതം പാടില്ല, ഭരണഘടന ഈ ആർട്ടിക്കിൾ ഞങ്ങൾ പാലിക്കില്ല, അതിനൊന്നും ആർക്കും അനുവാദമില്ല. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ഉണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. വന്ദേ മാതരം ദേശീയ ഗീതമാണ്. വന്ദേ മാതരം പാടണം എന്ന് പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. പാർലമെന്റ് പാസാക്കിയ നിയമം നാടിന്റെ നിയമമാണ്, രാജ്യത്തിന്റെ നിയമമാണ്. അതിനെ പാലിക്കാനൊരു ഫ്ലെക്സിബിലിറ്റി ആർക്കും കൊടുത്തിട്ടില്ല.